കർണാടകയിലെ ബീദറിൽ സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി ATM-ൽ നിന്ന് 93 ലക്ഷം രൂപ കവർന്നു. ATM-ൽ പണം നിറയ്ക്കാൻ വന്നപ്പോൾ ബൈക്കിലെത്തിയ 2 പേർ കവർച്ച നടത്തുകയായിരുന്നു. കവർച്ച തടയാൻ ശ്രമിച്ച ജീവനക്കാരന് നേരെ സംഘം വെടിയുതിർത്തു. വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഗുഡ് ഈവനിങ്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൊലപാതകം, പിന്നാലെ വലിയ രീതിയിലുള്ള മോഷണം. എപ്പോഴായിരുന്നു സംഭവം നടന്നത്? പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ശ്രീനിത, വെരി ഗുഡ് ഈവനിങ്. ഈ ബിദാറിൽ ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് പട്ടാപ്പകലാണ് എന്നുള്ളതാണ് സംഭവത്തിൻ്റെ ഗൗരവം കൂടുതൽ ഉയർത്തുന്നത്. കാരണം ബിദാർ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഒരു ഹൃദയഭാഗമാണ്. ആ ഹൃദയഭാഗത്ത് SBIയുടെ ATM ഉള്ള, SBIയുടെ പ്രധാനപ്പെട്ട ഓഫീസൊക്കെ ഉള്ള പ്രദേശത്ത് അവിടെയാണ് രാവിലെ 11:30 ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുന്നത്. ആദ്യം 2 അംഗ സംഘം ബൈക്കിലെത്തുന്നു. ഈ സുരക്ഷാ ജീവനക്കാർ അപ്പോൾ ഈ ATM കൗണ്ടറിലേക്ക് പണം നിറയ്ക്കാൻ എത്തുകയായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് അവർ ആ പണം നിറയ്ക്കാൻ അത് പുറത്തേക്ക് എടുക്കുന്ന സമയം നോക്കി ഇവർ ആദ്യം എത്തി ഈ 2 ജീവനക്കാരുടെ മുഖത്തേക്ക് മുളകുപൊടി എറിയുകയാണ്. ശേഷം ഇവർക്ക് നേരെ വെടിയുതിർക്കുന്നു. അതിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. ശേഷം ഈ പണമടങ്ങിയ 93 ലക്ഷം രൂപ അടങ്ങിയ പെട്ടിയുമായിട്ടാണ് 2 പേർ ബൈക്കിൽ ഈ പ്രദേശത്ത് നിന്ന് കടന്നു കളയുന്നത് എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പോലീസ് വീഴ്ചയാണ്. രണ്ടാമത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു ബൈക്കിലെത്തി ഇത്തരത്തിൽ 93 ലക്ഷം രൂപ, അതും ATM-ൽ സുരക്ഷയോടുകൂടി വന്ന പണം തട്ടിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതും ഈ നടു റോഡിൽ വെച്ച് പട്ടാപ്പകൽ വെടിയുതിർത്തിട്ടാണ് ഈ പണം കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ഈ മോഷ്ടാക്കൾ ഈ പണവുമായി പോകുമ്പോൾ അത് ഇവരുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നതും, ഒപ്പം തന്നെ ബൈക്കിൽ വെക്കുമ്പോൾ ബൈക്കിന് ബാലൻസ് കിട്ടാതെ ബൈക്ക് താഴേക്ക് വീഴാൻ പോകുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലാകുന്നത് അത്ര കണ്ട് കുറ്റവാളികളായിട്ടുള്ളവരല്ല ഈ കൃത്യത്തിന് പിന്നിലെന്നാണ്. കാരണം അതിന് വലിയൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് നടത്തിയത്. പക്ഷേ നടത്തിയ കൃത്യം ഒരു വലിയ ഗുരുതരമായ കൃത്യമായി പോയി. കാരണം പട്ടാപ്പകൽ നടത്തുന്ന ഒരു സംഭവമായി പോയി. അപ്പോൾ അത്തരത്തിൽ വലിയ പ്ലാനിംഗ് ഇല്ലാതെ നടത്തിയ ഒരു കൃത്യമാണെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്ഥിരമായി ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ബിദാർ SP അടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി. 2 സംഘങ്ങളായിട്ടാണ് അന്വേഷണം നീളുന്നത്. ഉടൻ തന്നെ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്നും പറയുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ശ്രീനിത, ശരി. കർണാടകയിലെ ബീദറിലാണ് പട്ടാപ്പകൽ വൻ കവർച്ച നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടായിരുന്നു കവർച്ച നടന്നത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണെന്നാണ് പോലീസ് പറയുന്നത്.